രണ്ടാമത്തേത്, ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ആകുല്ലി വാലിദൈഹി, ഉമ്മയെയും ഉപ്പയെയും വെറുപ്പിക്കുന്നവൻ. ഉമ്മാനെ വെറുപ്പിക്കുന്നവൻ, വാപ്പാനെ വെറുപ്പിക്കുന്നവൻ, ഉമ്മാനെ കണ്ടുകൂടാ, ബാപ്പയെ കണ്ടുകൂടാ. ഈ ആള് പള്ളിയിൽ വന്ന് ലൈലത്തുൽ ഖദറിൽ നിസ്കരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. അവന് ലൈലത്തുൽ ഖദർ ബാധകമല്ല. എത്ര അപകടമാണ് നോക്ക് നിങ്ങൾ. ഉമ്മാനോട് പണങ്ങി നിൽക്കുന്നവരോ ഉപ്പാനോട് പണങ്ങി നിൽക്കുന്നവരോ സദസ്സിലുണ്ടെങ്കിൽ ഗൗരവത്തോടെ ചിന്തിച്ചോ. പള്ളിയിൽ നമ്മൾ റമദാനിൽ ഏറ്റവും പുണ്യപ്പെട്ട ദിവസം പോലും അള്ളാഹു പുറത്തു തരില്ലെങ്കിൽ വേറെ ദിവസം ഏതായാലും തരില്ല എന്ന് ഉറപ്പല്ലേ? ഓഫറുള്ളപ്പോ വില കുറയുന്നില്ലെങ്കിൽ പിന്നെ അല്ലാത്ത സമയത്ത് വില കുറയില്ല എന്ന് ഉറപ്പല്ലേ? അപ്പോൾ ലൈലത്തുൽ ഖദറിൽ പോലും പുറത്ത് കിട്ടില്ലെങ്കിൽ വേറെ സമയത്ത് എന്തായാലും കിട്ടൂല. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഉമ്മാനെയും ഉപ്പാനെയും വെറുപ്പിക്കുന്നവർക്ക് പള്ളി ബാധകല്ല. ആദ്യം വീട്ടിൽ നിന്ന് തുടങ്ങണം. ഇസ്ലാമിക കൾച്ചർ ബിഗിൻസ് അറ്റ് ഹോം എന്നാണ്. ഇസ്ലാമിന്റെ സംസ്കാരം വീട്ടിൽ നിന്ന് പഠിച്ചു തുടങ്ങണം. നിങ്ങൾ ഉമ്മയെയും ഉപ്പയെയും മാനിക്കണം. ഉമ്മ പ്രായമായാൽ പരിഗണിക്കണം. അബൂബക്കർ ഹാജി കണ്ടോ, വയസ്സായ ഉമ്മ പരിപാലിച്ചോ, മരിച്ചപ്പോ ഉമ്മാക്കൊരു പള്ളി തന്നെ എടുത്തു കൊടുത്തു. ഫാത്തിമ എന്ന പേരിട്ടു ഉമ്മാന്റെ പേരിൽ. എന്തൊരു